ജനങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും ഒന്നായി ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ റോൾ ഏറ്റെടുക്കുന്നതാണ് കേരളത്തിന്റെ നന്മയെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കാലവർഷക്കെടുതി നേരിടുന്നവർക്കായി ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു മന്ത്രി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഈ കഴിഞ്ഞ മഴയോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും നേരിട്ടതായ ഒരു പഞ്ചായത്താണ്. ഇവിടെ റിലീഫ് ക്യാമ്പ് നേരിട്ട് റിലീഫ് ക്യാമ്പിലെ ആളുകളെ കാണാനും ഇവിടെ പഞ്ചായത്തും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള ഇടപെടൽ നേരിട്ട് മനസ്സിലാക്കാനും വേണ്ടി വന്നതാണ്. ഇവിടെയുള്ള റിലീഫ് ക്യാമ്പിലെ ആളുകൾ അവർക്ക് വീട്ടിൽ വെള്ളം കയറിയതിൻ്റെയും മറ്റ് പ്രയാസങ്ങളും ആകുലതകളും ഉണ്ടെങ്കിലും റിലീഫ് ക്യാമ്പ് തൃപ്തികരമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ ആശ്വാസം അവരൊക്കെ വളരെ നല്ല രീതിയിൽ പങ്കുവെക്കുകയുണ്ടായി. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടത്, മഴ കൂടി വെള്ളം കയറി വരുന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ അവരെടുത്തു പറയുകയാണ്. വന്ന് അവരെ എടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയതിൻ്റെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചു. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ. ജനങ്ങളും പ്രാദേശിക പഞ്ചായത്ത് ഭരണകൂടങ്ങളും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ റോൾ ഏറ്റെടുത്ത് മനോഹരമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കേരളമാണ് നമ്മളെല്ലാ സന്ദർഭങ്ങളിലും ഒരു ബുദ്ധിമുട്ടേറിയ സന്ദർഭത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇതിൽ കനാലുകളും പുഴകളും തോടുകളുമൊക്കെ യഥാവിധി ഒഴുകുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിൽ എല്ലാ ഇടപെടലും നടത്തും. നേരത്തെ ഇവിടെ വന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് നിവേദനം തന്നിരുന്നു. അന്ന് തന്നെ ജില്ലാ കളക്ടറും ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ച് അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ഇനി കുറച്ച് ഭാഗം കൂടെ അതിൻ്റെ ഭാഗമായി ക്ലിയർ ചെയ്യാനുണ്ട്. അതിലും ഇടപെടൽ ഉണ്ടാകും. കേരളം ബുദ്ധിമുട്ട് നേരിടുന്ന എല്ലാ സന്ദർഭങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന്റെ റോൾ ഏറ്റെടുക്കുന്ന കാഴ്ച ഒരു യാഥാർത്ഥ്യമാണ്. മഴ ശക്തമായി വെള്ളം ഒഴുകിയെത്തിയതിനു പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് തങ്ങളെ രക്ഷപ്പെടുത്തിയ അനുഭവം ദുരിതബാധിതർ തന്നോട് പങ്കുവച്ചു. ഇതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ. കനാലുകളും പുഴകളും തോടുകളും യഥാവിധി ഒഴുകുന്നതിനായി നടപടി സ്വീകരിക്കേണ്ടത് പ്രധാനമാണ്. ഇതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പഞ്ചായത്തിലെ വെള്ളക്കെട്ട് ഭീഷണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചു. ദുരിതബാധിതരിൽ നിന്ന് മന്ത്രി വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, കെപിസിസി സെക്രട്ടറി ജോസ് വള്ളൂർ, കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈജു സായിറാം, പഞ്ചായത്ത് മെമ്പർമാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു.